ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ ഒഇസിയിൽ ഉൾപ്പെടുത്തും. ബെന്നി ബെഹനാൻ എം പി. കൊരട്ടി. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ചവളക്കാരൻ സമുദായം ഉൾപ്പെടെ പരിഗണനാർഹ ഒഇസി ലിസ്റ്റിലുള്ള 30 സമുദായങ്ങളെ പൂർണ്ണ ഒഇസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും അക്കാര്യം UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുമെന്നും UDF പ്രകടന പത്രികാ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബെന്നി ബെഹനാൻ എം പി അറിയിച്ചു. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി മധ്യമേഖലാ സമ്മേളനവും സമാദരണ സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ ഒഇസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുന്ന രാഷ്ട്രീയ മുന്നണികൾക്ക് ചവളക്കാരൻ സമുദായത്തിന്റെ വോട്ട് നൽകുമെന്ന് അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് PK അശോകൻ പറഞ്ഞു. ചവളക്കാരൻ സമുദായത്തെ ക്രീമി ലെയറിൽ നിന്ന് ഒഴിവാക്കുക, സമുദായത്തിന്റെ മൈക്രോ ഫിനാൻസ് പദ്ധതിയെ എൻലിസ്റ്റ് ചെയ്യുക, ജാതി സെൻസസ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ചവളക്കാരൻ സമുദായത്തിന്റെ ആവശ്യം ന്യായമാണെന്നും അത് നിയമസഭയിൽ സബ്മിഷനായി താൻ ഉന്നയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 58 വർഷമായി ചവളക്കാരൻ സമുദായം ആവശ്യപ്പെടുന്ന പൂർണ്ണ ഒഇസിയിൽ ഉൾപ്പെടുത്തുകയെന്ന ആവശ്യം ന്യായമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ നായരും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രനും കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡെന്നിസ് K ആന്റണിയും BJP ഒഇസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ഭഗീഷ് പൂരാടനും BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണനും വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത് അറിയിച്ചു. മാധ്യമപ്രവർത്തന രംഗത്തു 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി ലാൽമോൻ ചാലക്കുടി, പിണ്ടിമന പഞ്ചായത്ത് CDS ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി സജീവ് എന്നിവരെ ബെന്നി ബെഹനാൻ MP ആദരിച്ചു. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളായ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായാംഗങ്ങളായ PV മോഹനൻ, MK അനീഷ്, CK സത്യരാജൻ, സജിത ഗോപി, രാജി രാജീവ്, KG ഷാജി, VK കൃഷ്ണൻ, കുമാരി ബാലൻ, KA സുരേഷ്, ശ്രീമ സജീവ് എന്നിവരെ MLA ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CS വിനീഷ്, സ്വാഗത സംഘം രക്ഷാധികാരി KN ബോസ്, സ്വാഗത സംഘം ചെയർമാൻ KK ഷാജു, കൺവീനർ ബാബു കോട്ടമറ്റം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KN അശോകൻ, പ്രഭാകരൻ മച്ചാമ്പള്ളി, ബിന്ദു വിജയൻ, സംസ്ഥാന ട്രഷറർ MV ഗോപി, സംസ്ഥാന സംഘടനാ സെക്രട്ടറി ബൈജു K മാധവൻ, സംസ്ഥാന സെക്രട്ടറിമാരായ ബിജി, ജിജു, KA ശൈലജൻ, NV ജയൻ, വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സരള സുരേഷ്, സംസ്ഥാന സെക്രട്ടറി സരസ്വതി പ്രഭാകരൻ, യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സനൂപ് രാഘവൻ, സംസ്ഥാന ഓഡിറ്റർ പ്രജീഷ സിബി, സംസ്ഥാന സമിതി അംഗങ്ങളായ PR സുരേന്ദ്രൻ, TV മോഹനൻ, PV അഭിലാഷ്, ശ്രീദേവി സന്തോഷ്, PS ബാബു എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഭാഗികമായ ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ പൂർണ്ണമായി ലിസ്റ്റിൽ നിന്ന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം. അതായത് 6 ലക്ഷം ഒരു പരിധി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായി ലഭിച്ചാൽ 6 ലക്ഷത്തിൻ്റെ പരിധിയില്ല മറ്റു സമൂഹത്തിൽ കിട്ടുന്നതായിട്ട്.